വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നലെ ബംഗ്ലാദേശിലേക്ക് ജയശങ്കർ ഒരു കത്തുമായിട്ട് പോയ ഒരു വാർത്ത നമ്മൾ കൊടുത്തതെങ്കിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ദ ഓണറബിൾ ഡോക്ടർ എസ് ജയശങ്കർ, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഭാരത്, സൗത്ത് ബ്ലോക്ക്, റൈസീന ഹിൽ, ന്യൂഡൽഹി 110011 ഇവിടേക്ക്, അതായത് നമ്മുടെ ഓണറബിൾ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കറിനെ തേടി ഒരു കത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് അയച്ചിരിക്കുന്നത് ഫ്രം ബലൂച്ച് റെപ്രസെന്റേറ്റീവ് റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ സ്റ്റേറ്റ്. ഇത്രയേ ഉള്ളൂ. ബലൂചിസ്ഥാനിൽ നിന്നാണ് നമുക്കൊരു കത്ത് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഈ കത്ത് വായിക്കണം, വളരെ രസകരമാണ്. ഈ കത്ത് വായിക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു മുന്നറിയിപ്പാണ് ബലൂചിസ്ഥാൻ ഈ കത്തിലൂടെ നൽകുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ കത്ത് ഇപ്പോ പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ചില മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആണ്. ബലൂചിസ്ഥാന്റെ ഒഫീഷ്യൽ ട്വിറ്റർ എക്സ് ഹാൻഡിലൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാം ബിജുചേട്ടാ. ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്കിലെ 6 കോടി ദേശസ്നേഹികളായിട്ടുള്ള പൗരന്മാരുടെ പേരിൽ ഇന്ത്യയുടെ 140 കോടി ജനങ്ങൾക്കും പാർലമെന്റിലെ ഇരുസഭകൾക്കും മാധ്യമങ്ങൾക്കും സിവിൽ സമൂഹങ്ങൾക്കും എല്ലാം ബഹുമാന്യ വ്യക്തികൾക്കും 2026 പുതുവത്സരാശംസകൾ നേരുന്നു. നൂറ്റാണ്ടുകളായി ഭാരതത്തെയും ബലൂചിസ്ഥാനെയും ബന്ധിപ്പിച്ചിരിക്കുന്ന ആഴമേറിയ ചരിത്ര, സാംസ്കാരിക, വാണിജ്യ, സാമ്പത്തിക, നയതന്ത്ര, പ്രതിരോധ, ബഹുമുഖ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആഘോഷിക്കാനും ഈ ശുഭകരമായിട്ടുള്ള അവസരം ഒരുക്കുന്നു. സ്വാഭാവികമായിട്ട് ഇത്രയും വായിക്കുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല, എല്ലാം പുതുവത്സരം. നമ്മുടെ പങ്കിട്ട പൈതൃകത്തിന്റെയും ആത്മീയ ബന്ധങ്ങളുടെയും കാലാതീതമായ പ്രതീകങ്ങളായി നിലകൊള്ളുന്ന ഹിംഗ്ലാജ് മാതാക്ഷേത്രം, ജ്ഞാനി മന്ദിർ പോലുള്ള പുണ്യസ്ഥലങ്ങൾ ഈ നിലനിൽക്കുന്ന ബന്ധങ്ങൾക്ക് ഉദാഹരണമാണ്. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. അവർ പറയുന്നത് മോദി സർക്കാർ സ്വീകരിച്ച ധീരവും ദൃഢവുമായ നടപടികളാണ്, അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൗകര്യമൊരുക്കുകയും പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയുമായി പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ ലക്ഷ്യമിട്ടതുമായിട്ടുള്ള തീവ്രവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഈ ആക്രമണങ്ങൾ മാതൃകാപരം, ധൈര്യമാണ് എന്ന് നരേന്ദ്രമോദിയുടെ ഉറച്ച പ്രതിബദ്ധത പ്രകടമാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബലൂചിസ്ഥാന്റെ ആ ഒരു സിറ്റുവേഷനെ വിശദീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 79 വർഷമായി ബലൂചിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂട അധിനിവേശത്തിന്റെയും ഭരണകൂട സ്പോൺസർ ചെയ്യുന്ന ഭീകരതയുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും അതിക്രൂരമായി സഹിച്ചു വരുന്നു. നമ്മുടെ രാജ്യത്തിന് ശാശ്വത സമാധാനവും പരമാധികാരവും ഉറപ്പാക്കിക്കൊണ്ട് ഈ വ്യാധിയെ അതിന്റെ വേരുകളിൽ നിന്ന് തുടച്ചു നീക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യയോട് പറയുകയാണ് അവർ. അതിനുശേഷം ബലൂചിസ്ഥാൻ ജനങ്ങളുടെ പേരിൽ സമാധാനം, സമൃദ്ധി, വികസനം, വ്യാപാരം, പ്രതിരോധം, സുരക്ഷ, ഭാവിയിലെ ഊർജ്ജ വെല്ലുവിളികൾ, മറഞ്ഞിരിക്കുന്ന ഭീഷണികൾ ലഘൂകരിക്കാൻ എന്നിവ ഉൾക്കൊള്ളുന്ന സൗഹൃദം, വിശ്വാസം, പരസ്പര താല്പര്യങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്നതിൽ ഇന്ത്യക്കും അതിന്റെ സർക്കാരിനും ഞങ്ങളുടെ അചഞ്ചലമായിട്ടുള്ള പിന്തുണ ഉറപ്പിക്കുന്നു. അവരുടെ പിന്തുണയാണ്. സ്പഷ്ടവും പരസ്പര സഹകരണവും സ്വീകരിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഭാരതവും ബലൂചിസ്ഥാനും നേരിടുന്ന ഭീഷണികൾ യഥാർത്ഥവും ആസന്നവുമാണ്. അതിനാൽ നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഒരുപോലെ സാരവത്തായതും പ്രായോഗികവുമായിരിക്കണം. പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള വളർന്നു വരുന്ന തന്ത്രപരമായ സഖ്യത്തെ ബലൂചിസ്ഥാൻ റിപ്പബ്ലിക് അങ്ങേയറ്റം അപകടകരമാണെന്ന് കാണുന്നു. പാകിസ്ഥാനുമായി സഹകരിച്ച് ചൈന പാകിസ്ഥാൻ ഇടനാഴി CPEC അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ബലൂചിസ്ഥാനിലെ പ്രതിരോധ സ്വാതന്ത്ര്യ സേനകളുടെ കഴിവുകൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമില്ലെങ്കിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന രീതികൾ അനുസരിച്ച് അവ അവഗണിക്കപ്പെടുന്നത് തുടർന്നാൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ചൈനയ്ക്ക് ബലൂചിസ്ഥാനിൽ സൈനികരെ വിന്യസിക്കാൻ കഴിയുമെന്ന് സങ്കല്പിക്കാവുന്നതാണ്. 60 ദശലക്ഷം ബലൂച്ച് ജനതയുടെ ഇച്ഛാശക്തിയില്ലാതെ ബലൂചിസ്ഥാനി മണ്ണിൽ ചൈനീസ് ബൂട്ടുകളുടെ സാന്നിധ്യം ഇന്ത്യയുടെയും ബലൂചിസ്ഥാന്റെയും ഭാവിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഭീഷണിയും വെല്ലുവിളിയും ഉയർത്തും എന്നാണ് ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത്. മിർയാർ ബലൂച്ച്, ബലൂച്ച് പ്രതിനിധി, ബലൂചിസ്ഥാൻ റിപ്പബ്ലിക്. എങ്ങനെ വിലയിരുത്തുന്നു ഈ കത്തിനെ? ഞാൻ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കത്താണ്. അത് ഈ കത്ത് വന്നെന്ന് പറഞ്ഞപ്പോൾ ഇത് കുറച്ചുകൂടി നമ്മൾ ബലൂചിസ്ഥാനുമായി കുറച്ചുകൂടി തുറന്ന രീതിയിലേക്ക് പോയി എന്ന് പറയാം. അതായത് മുൻപ് ഇങ്ങനെ ആയിരുന്നില്ല, ഇങ്ങനത്തെ കത്തുകൾ, കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകാം, പക്ഷെ അതൊന്നും ഇത്ര പരസ്യമായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് കുറച്ചുകൂടി തെളിഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനായ വിദേശകാര്യമന്ത്രി ശ്രീ എസ് ജയശങ്കർ ബംഗ്ലാദേശിലേക്ക് പോവുകയുണ്ടായി. അദ്ദേഹം പോയത് ബീഗം കാലിദാസിയയുടെ മരണാന്തര ചടങ്ങിൽ പങ്കെടുക്കാനാണ് പോയതെങ്കിലും അദ്ദേഹം ഒരു സന്ദേശം ശ്രീ താരിഖ് റഹ്മാന് നൽകുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം മടങ്ങി ദില്ലിയിലെത്തുമ്പോൾ എല്ലാവിധ പിന്തുണയും കേന്ദ്ര സർക്കാർ ഈ പറയുന്ന BNP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് നൽകി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അവിടെ പോകുന്നു, അവിടെ പോയിട്ട് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്ത് കൊടുക്കുന്നു. അത് കേവലം ഒരു
ഈ ചരമദിന സന്ദേശമായിരുന്നില്ല. പകരം അതിൽ കുറെ അധികം കാര്യങ്ങൾ അനുശോചന സന്ദേശം മാത്രമായിരുന്നില്ല. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു ശോഭനമായ ഭാവി ഈ രാഷ്ട്രത്തിന് വേണമെന്നും അത് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ജയശങ്കർ മടങ്ങി എത്തിയതിനു ശേഷമാണ് കേന്ദ്ര സർക്കാരിന് ഇന്ത്യയുടെ ഒരു വലിയ റിപ്ലൈ വന്നിരിക്കുന്നത്. BNPക്ക് ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ, എല്ലാവിധ പിന്തുണയും ഇന്ത്യ നൽകുന്നു എന്ന് പറയുമ്പോൾ പിന്തുണയ്ക്കുന്നു BNP എന്നാണ് അത് പറയുന്ന ഒരു കാര്യം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഇന്ത്യ ഒരു ഡീപ് സ്റ്റേറ്റ് എന്നാണല്ലോ നമ്മൾ അതിനെ പറയുന്നത്. കാരണം ഒരു രാജ്യത്തിനകത്ത് കയറി ആ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പറയുന്നതിന് നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്നാണ്. സാധാരണഗതിയിൽ നമ്മുടെ പ്രധാനമന്ത്രിമാരൊക്കെ അവരുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വിജയാശംസകളൊക്കെ നമ്മൾ നേരാറുണ്ട്. അത് സ്വാഭാവികമായ ഒരു കാര്യം മാത്രമാണ്. അത് എല്ലാവർക്കും നമ്മൾ നേരും വിജയാശംസകൾ. നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആണ് വോട്ട് പിടിക്കാൻ പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിന് വോട്ട് പിടിക്കാൻ പോയിട്ടുണ്ട്, നെതന്യാഹുവിന് വോട്ട് പിടിക്കാൻ പോയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം, അത് സുഹൃത്ത് ബന്ധം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഒഫീഷ്യലി നരേന്ദ്രമോദി അവിടെ പോകുന്നു, അത് അദ്ദേഹത്തിന്റെ സൗഹൃദം കൂടെ വെച്ചിട്ടാണ്. ഇവർ ഒഫീഷ്യലായിട്ട് BNP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബാക്ക് ചെയ്യുന്നത്, ഞങ്ങൾ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കത്ത് വന്നിരിക്കുന്നു. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കത്ത് വരുമ്പോൾ BNPയും ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും രണ്ടാണ്. BNP എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ രജിസ്റ്റേർഡ് ആയിട്ടൊരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടി അവിടെ മത്സരിക്കാൻ പോകുന്നു, അവിടെ ലീഗലായിട്ട് വർക്ക് ചെയ്യുന്നൊരു പാർട്ടിയാണ്. അവർ കൂടുതൽ സീറ്റ് നേടുമെന്ന് പറയും. പക്ഷെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയിലേക്ക് വരുമ്പോൾ പാകിസ്ഥാനും അമേരിക്കയും ഉൾപ്പെടെ ഭീകര സംഘടന എന്ന ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന സംഘടനയാണ്. ഭീകര സംഘടന എന്ന് പറയുന്നത് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന സംഘടന നമ്മൾ പെടുത്തിയിട്ടില്ല. അപ്പം ഇതിന്റെ രണ്ടിന്റെയും കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലാണ്. ഇപ്പോൾ നിലവിൽ ഉള്ള ആ പ്രക്രിയ എന്താണോ അത് തുടർന്നു പോവുകയും ഇപ്പൊ കൊടുക്കുന്ന പൈസയിൽ അല്പം കൂട്ടിക്കൊടുക്കുകയും അവർക്ക് നമ്മളിപ്പോൾ പിടിച്ചെടുത്ത RDX അടക്കം കുറച്ച് കൂടുതൽ കൊടുക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പക്ഷെ ഇപ്പൊ ഇവർ ഈ കത്ത് മുഖേന ചെയ്തിരിക്കുന്ന കാര്യം അതല്ല. കത്ത് മുഖേന അവർ ഉറപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ബലൂചിസ്ഥാൻ അവരുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതൊരു സ്വതന്ത്ര പ്രവിശ്യയാണ് എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അവരുടെ ഫ്ലാഗുകളാണ് ഉപയോഗിക്കുന്നത്. അവർ അത്തരത്തിലാണ് നീങ്ങുന്നത്. അപ്പോൾ അവരിപ്പോൾ അയച്ചിരിക്കുന്ന ശ്രീ ധനുഷ് വായിച്ച ആ കത്തിലെ വരികൾ പരിശോധിക്കുമ്പോൾ വളരെ ഒഫീഷ്യലായിട്ടാണ് ആ കത്ത് വന്നിരിക്കുന്നത്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിക്ക് എങ്ങനെയാണോ കത്ത് അയക്കേണ്ടത് അത് മാതൃകയിലാണ് ആ കത്തിന്റെ ഓരോ വരികളും പോകുന്നത്. അതായത് ഒരു ഒഫീഷ്യൽ കത്താണ്. അതായത് ഞങ്ങൾ ഒരു പ്രവിശ്യയാണ്, ഞങ്ങൾ ഒരു രാജ്യമാണ്, നിങ്ങളോട് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്നാണ്. കാരണം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയായിട്ട് ഇന്ത്യക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു കത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇന്നലെ തുടങ്ങിയതുമല്ല. അപ്പോ അതിന്റെ അപ്പൊ ഇത് നൽകുന്നതിലൂടെ ഒരു വ്യക്തമായ സന്ദേശം പാകിസ്ഥാന് നൽകുക എന്നുള്ളതാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞങ്ങൾ ഒരു രാജ്യമാണ്, ഞങ്ങളുടെ അയൽവക്കത്തുള്ള മറ്റൊരു വലിയ രാജ്യത്തോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ നിരന്തരം ബലൂചിസ്ഥാൻ വിഷയം ഉയർത്തുന്നുണ്ട്. ഇന്ത്യ മാത്രമാണ് ബലൂചിസ്ഥാൻ വിഷയം ഉയർത്തുന്നത്. നമ്മളത് ഉയർത്തുന്നത് കാശ്മീരിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കാശ്മീരിൽ മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെ ബലൂചിസ്ഥാൻ എടുത്ത് ഉപയോഗിക്കുന്നു. നാളിതുവരെ നമ്മുടെ രാജ്യത്തെ പ്രതിനിധികൾ ആരും തന്നെ ബലൂചിസ്ഥാൻ വിഷയം ഉയർത്തിയിരുന്നില്ല. കാരണം അത് മറ്റൊരു രാജ്യത്തിന്റെ വിഷയമാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ വളരെ അഗ്രസീവായി തന്നെ എല്ലാ പ്രോഗ്രാമുകളിലും ഇല്ലെങ്കിൽ എല്ലാ ഐക്യരാഷ്ട്രസഭയുടെ പരിപാടികളിലുമൊക്കെ നമ്മൾ ബലൂചിസ്ഥാൻ വിഷയം ഉയർത്തുന്നു. അതായത് വേണമെങ്കിൽ നമുക്ക് തായ്വാനോട് നമ്മൾ എടുത്തിരിക്കുന്ന നിലപാട് ബലൂചിസ്ഥാന്റെ വിഷയത്തിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എന്താണ് തായ്വാനും നമ്മളുമായിട്ടുള്ള നിലപാട്? തായ്വാൻ ചൈനയുടെ പ്രവിശ്യയാണ്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ട്രേഡിങ് നടക്കും. അതാണ് നമ്മുടെ പോളിസി. പ്രവിശ്യൊക്കെ അതാണ്, നമ്മൾ തമ്മിൽ ട്രേഡിങ് നടക്കും. അതായത് ഞങ്ങൾ രാജ്യമായിട്ട് അംഗീകരിക്കുന്നില്ല, പക്ഷെ നിങ്ങളെ ഒരു പ്രദേശമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾക്ക് ഭരണാധികാരി ഭരണകൂടമൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ട്രേഡിങ് നടത്താം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു രീതിയിലേക്ക് വേണമെങ്കിൽ ഇന്ത്യക്ക് ചിന്തിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ പതുക്കെ പിടിമുറുക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ബംഗ്ലാദേശിൽ നാളിതുവരെ നാം ഇടപെട്ടിരുന്നില്ല. അവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളോ ആഭ്യന്തര വിഷയങ്ങളോ ഒന്നും തന്നെ നാം പ്രത്യക്ഷമായി ഇടപെട്ടിരുന്നില്ല. പരോക്ഷമായി ഇടപെട്ടിട്ടുണ്ടോ ആകാം, ഇല്ല, അത് നമുക്ക് അതിനെക്കുറിച്ച് ഉറപ്പില്ല. പക്ഷെ ഇപ്പോഴും അവിടെ പൊളിറ്റിക്കലി നമ്മൾ ഇടപെടുന്നു എന്ന് മാത്രമല്ല, BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിനെ ബാക്കപ്പ് ചെയ്യുകയും കൂടെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പരസ്യമായി തന്നെ ചെയ്യുന്നു. സംഘപരിവാർ ഒന്നടങ്കം അത് പറയുന്നു. ശ്രീ മോഹൻ ഭഗവത് RSSന്റെ സർസംഘചാലക് തന്നെ അങ്ങനെ ഒരു സംഘടന വേണമെന്ന് പറയുന്നു. അതിന്റെ 2 ദിവസം കഴിയുമ്പോൾ സംഘടന രൂപീകൃതമാകുന്നു. അങ്ങനെ പറയുന്നു. ബലൂചിസ്ഥാനിലേക്ക് അവരുടെ ഒരു ഒഫീഷ്യൽ കത്ത് വരുന്നു. നമ്മളടക്കം എല്ലാ ദേശീയ മാധ്യമങ്ങളിൽ കത്ത് നൽകുന്നു, വളരെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നു.
ഇവിടെ അതായത് ഇനി ഞങ്ങളുടേതായ വിഷയങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കില്ല. കാരണം ഇന്ത്യക്ക് അയൽവക്കത്തെ പ്രശ്നങ്ങളിൽ കൂടി ഇപ്പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നമ്മുടെ രാജ്യം നിൽക്കുന്നത്. കാരണം അയൽപക്കം കുളവാകും തോറും ഏറ്റവും കൂടുതൽ അപകടം വരുന്ന രാജ്യം നമുക്കാണ്, അവർക്കല്ല. അവർ സ്വയം നശിച്ചു പോകും, അത് വേറൊരു കാര്യം. പക്ഷെ അവിടെ നിന്നുള്ള തീവ്രവാദികളുടെ പ്രശ്നങ്ങളായാലും കുടിയേറ്റ വിഷയങ്ങളായാലും നമ്മുടെ രാജ്യത്തെ ബാധിക്കും. അതുകൊണ്ട് അത് ശാശ്വതമായി നിലനിൽക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇപ്പൊ ബലൂചിസ്ഥാൻ ചെയ്തിരിക്കുന്നത് ഈ പുതുവർഷത്തിൽ ഒരു പുതിയ നീക്കം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിനകത്ത് ഇന്ത്യ ഈ കത്ത് ലഭിച്ചു എന്ന് സ്ഥിരീകരിച്ചാൽ പോലും അത് ബലൂചിസ്ഥാനിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ശരി, ഞങ്ങൾക്ക് ഇങ്ങനെ കത്ത് ലഭിച്ചു, ഏതെങ്കിലും സ്ഥിതി അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഈ കത്ത് അവർ ഒഫീഷ്യലായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നോ പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ ഒരു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ ഇന്ത്യ ചെയ്യാമെന്ന് ഫസ്റ്റ് മൂവ്മെന്റ് ഈ കത്ത് ലഭിച്ചു എന്ന് പറയുക തന്നെയായിരിക്കും. സ്വാഭാവികമായും എസ് ജയശങ്കർ ഇന്ത്യയുടെ വേദികളിൽ അല്ലെങ്കിൽ വിദേശ വേദികളിൽ പോകുമ്പോൾ അവിടുത്തെ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായി ഇത് ചോദിക്കും. പ്രത്യേകിച്ച് പാക് മീഡിയാസ് ഇത് ചോദിക്കും, നിങ്ങൾക്ക് ഇങ്ങനൊരു കത്ത് വന്നിരുന്നോ എന്ന് ചോദിക്കും. കത്ത് വന്നു എന്ന് തന്നെ പറയും, കാരണം സംഭവ സത്യമാണല്ലോ. കത്ത് വന്നിരുന്നില്ലേ? കത്ത് വന്നു എന്ന് പറയും. ഈ കത്ത് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ബലൂചിസ്ഥാനെ സംബന്ധിച്ച് അവർക്കൊരു വലിയ വിജയമാണ്. ഒരു വലിയ രാജ്യം അവരുടെ കത്ത് കിട്ടിയെന്ന് അംഗീകരിക്കുക എന്നുള്ള സ്റ്റാൻഡാണ്. അതിനുള്ളൊരു നീക്കമായിട്ടാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. രണ്ടാമത്തെ കാര്യം വേറെ, ഇനി സഹായിക്കുവോ സഹായിക്കാതിരിക്കുവോ എന്നും അത് മറ്റൊരു കാര്യമാണ്. ഇപ്പൊ നിലവിലുള്ളതിന്റെ അളവൊക്കെ കൂട്ടിക്കൊടുക്കുവോ എന്നുള്ളതും അറിയത്തില്ല. പക്ഷെ അത് മറ്റൊരു കാര്യം, അത് അൺഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പോലും അതൊരു ഒഫീഷ്യലി സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെയും വരാം. കത്ത് ലഭിച്ചില്ല എന്ന് പറയാൻ കഴിയില്ല, കാരണം ലഭിച്ചിട്ടില്ലെങ്കിൽ ഇനി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇങ്ങനൊരു കത്ത് അവർ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണോ യൂസ് ചെയ്തതെന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഇങ്ങനെ ഒരു കത്ത് ഉണ്ട് എന്നുള്ള അറിയില്ല, സോഷ്യൽ മീഡിയയിൽ വല്ലതും വന്നതാണ് അറിയില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അവിടെ കൊണ്ട് തീരും. പക്ഷെ അങ്ങനല്ല, ഒഫീഷ്യലായിട്ടാണ് എങ്കിൽ നമ്മളത് കത്ത് ലഭിച്ചു എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കരമായിരിക്കും. അത് പാകിസ്ഥാനിൽ വലിയ അലയൊലികൾ ഉണ്ടാക്കും, ലോക രാജ്യങ്ങളിലെല്ലാം വലിയ ചർച്ചയായി മാറും. ചൈനയ്ക്ക് ഇതൊരു ഉറക്കമില്ലാത്ത രാവ് സമ്മാനിക്കും. കാരണം അവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബാധിക്കുകയും അവിടെ പിടിച്ചടക്കുകയും എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരു സംഘടന ഇന്ത്യക്ക് ഒഫീഷ്യലി കത്ത് നൽകിയിരിക്കുന്നു. അത് വലിയ വാർത്തയാണ്. ഇന്ത്യ അത് സ്വീകരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും നമുക്ക് കുറച്ച് മണിക്കൂറുകൂടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 1-2 ദിവസം കൂടെ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നതെന്ന്. അവർ കത്ത് ലഭിച്ചു എന്ന് പറഞ്ഞാൽ പോലും അത് വലിയ വിജയം തന്നെയാണ്. ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല. മുനീറൊക്കെ വലിയ രീതിയിൽ അതിനെ പ്രശ്നം ഉണ്ടാക്കുക വലിയ സാധ്യത കൂടുതലാണ്. കണ്ടില്ല ഞങ്ങൾ പറഞ്ഞത് ഈ ബലൂചിസ്ഥാനിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മുഴുവൻ അവന്മാരാണ്, ഇപ്പൊ കണ്ടില്ലേ കത്തടപാടും കാര്യങ്ങളും തുടങ്ങി, ഇതെല്ലാം പറയാൻ സാധിക്കും. ഏതായാലും നമുക്ക് ഈ വാർത്തയുടെ ഫോളോ അപ്പിനായിട്ട് 2 ദിവസം കൂടെ കാത്തിരിക്കേണ്ടി വരും.